അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് K2 സിലബസ് അനുസരിച്ച് അഡ്വാൻസ് കൺട്രോൾ തിയറിയിലെ മൊഡ്യൂൾ 2-ലെ ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് ഒരു ഗെയിനിനെ മാത്രം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസിയൻ്റ് ക്യാരിയും സ്റ്റഡി സ്റ്റേറ്റ് ക്യാരിയും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്തത്. കോമ്പൻസേറ്റർ 3 ടൈപ്പ് ഉണ്ട്: ലാഗ് കോമ്പൻസേറ്റർ, ലീഡ് കോമ്പൻസേറ്റർ ആൻഡ് ലാഗ് ലീഡ് കോമ്പൻസേറ്റർ. ലാഗ് കോമ്പൻസേറ്റർ ആണെങ്കിൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ക്യാരിയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ലീഡ് ആകുമ്പോൾ ട്രാൻസിയൻ്റ് ക്യാരി. ഇപ്പോൾ ലാഗ് ലീഡ് ആകുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലാഗ് കോമ്പൻസേറ്റർ ബൈ റൂട്ട് ലോക്കസ് ആണ്. അതായത് ടൈം ഡൊമൈനിലുള്ള റൂട്ട് ലോക്കസ് എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അതാണല്ലോ ലാഗ് കോമ്പൻസേറ്റർ ബൈ റൂട്ട് ലോക്കസ്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. റൂട്ട് ലോക്കസ് ഒരു പ്രോബ്ലം ചെയ്യാമെന്നാണ് പറഞ്ഞത്. സോ അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു 7 സ്റ്റെപ്പ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ 7 സ്റ്റെപ്പ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് റൂട്ട് ലോക്കസിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്കെച്ച് ദി റൂട്ട് ലോക്കസ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമൈൻ ദി ഡോമിനൻറ്റ് പോൾ SD. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് പറയുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് K ഈസ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ. നമ്മൾ കണ്ടുപിടിക്കുന്നത് K ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് വെക്റ്റർ ലെങ്ത് ഫ്രം ഓപ്പൺ ലൂപ്പ് പോൾസ് ടു SD ഡിവൈഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് വെക്റ്റർ ലെങ്ത് ഫ്രം ഓപ്പൺ ലൂപ്പ് സീറോസ് ടു SD. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് പാരാമീറ്റർ ബീറ്റ. ബീറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ബീറ്റ ഈസ് ഈക്വൽ ടു 1.2 ഇൻറ്റു A. A എന്താണെന്നും ബീറ്റ എന്താണെന്നും നമുക്ക് പിന്നീട് നോക്കാം. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമൈൻ ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. ലാഗ് കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് GC ഓഫ് S ഇസ് ഈക്വൽ ടു S+1/T ഡിവൈഡ് ബൈ S+1/βT. ഇതുപയോഗിച്ചാണ്. ദെൻ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം. കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് G0 ഓഫ് S ഈക്വൽ ടു GC ഓഫ് S ഇൻറ്റു G ഓഫ് S. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ചെക്ക് ദി സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം. ഈ 7 സ്റ്റെപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യുന്നത്. സോ ജസ്റ്റ് ഞാനിങ്ങനെ സ്റ്റെപ്പ് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിനി പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഇതാണ് നമ്മൾ ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. The forward transfer function of a certain unity feedback control system is given by G of S is equal to K by S into S+2 into S+8. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന G of S എന്ന് പറയുന്നത് K ഡിവൈഡ് ബൈ S into S+2 into S+8. Design a lag compensator so that the system meets the following specification. താഴെ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓവർഷൂട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60% ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. സ്റ്റഡി സ്റ്റേറ്റ് എറർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.125. അപ്പോൾ നമുക്ക് ഈ പെർസെൻറ്റേജ് ഓവർഷൂട്ടും സ്റ്റഡി സ്റ്റേറ്റ് എറർ അങ്ങനെയുള്ള ടൈം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തരുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് റൂട്ട് ലോക്കസ് ആണ് നമുക്ക് വരയ്ക്കേണ്ടതെന്ന്. ഏത് റൂട്ട് ലോക്കസ് ആണ്? ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യാനാണ്. സോ G of S തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൂട്ട് ലോക്കസ് സ്കെച്ച് ചെയ്യാനാണ്. ഇതിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് നമുക്കിതിൻ്റെ പോൾസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ പോൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്? 0, -2, -8 ഇങ്ങനെ 3 പോള് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് ഈ പോള് ഞാൻ സ്റ്റെപ്പ് പറയുന്ന വഴി നമുക്ക് പടവും കൂടെ വരച്ച് പോവാം. സോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പറിലാണ് വരച്ചാകുന്നത്. ഗ്രാഫ് പേപ്പർ വരയ്ക്കുമ്പോൾ കുറച്ച് ഡൗട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് വൈറ്റ് പേപ്പർ എടുത്തത്. നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ ഗ്രാഫ് പേപ്പറിൽ തന്നെ വരയ്ക്കണം. സോ നമ്മളെ പോൾസ് എന്തൊക്കെയാണ്? 0, -2, -8. അപ്പോൾ 0, -2, -8 3 പോളാണ്. 3 പോള് നമ്മളിവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ അസിംപ്റ്റോട്ട്സ്, ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാം. അതിനു മുമ്പേ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച ഈ 3 പോൾസിനും നമുക്ക് റൂട്ട് ലോക്കസ് വരയ്ക്കണം.
റൂട്ട് ലോക്കസ് ഇതിൽ ഏതൊക്കെ പോൾസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോർഷൻ ഈ -2ൻ്റെ പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിലോട്ട് ഒരു പോളേ ഉള്ളൂ, അതായത് ഒരു ഓഡ് നമ്പർ പോള്, ഒരെണ്ണം എന്ന് വെച്ചാൽ ഓഡ്. അപ്പോൾ ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ -8 വെച്ച് നോക്കണം. -8 വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2 പോളുണ്ട്, അതായത് ഈവൻ നമ്പറാണ്. സോ ഇവിടെ എങ്ങും നമുക്കിത് വരയ്ക്കേണ്ടതില്ല. അതുകൊണ്ട് -8 ടു ഇൻഫിനിറ്റി നമുക്ക് വരയ്ക്കാം. സോ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇതുപോലെ വരയ്ക്കണം, ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാം. ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ്. ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് +or-180 ഇൻറ്റു 2q + 1 ഡിവൈഡ് ബൈ n - m. സോ n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ഉണ്ട് 3. m ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സീറോസ് 0. ദെൻ q കണ്ടുപിടിക്കണം. q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n - m - 1. സോ 3 - 0 - 1 2 എന്ന് കിട്ടി. ഇനി നമുക്കിതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ 2 എന്ന് q ഈക്വൽ ടു 2 കിട്ടി. സോ ക്യൂവിൻ്റെ വാല്യൂസ് നമുക്ക് 0യും 1ഉം ആയിട്ട് എടുക്കാം. അപ്പോൾ q ഈക്വൽ ടു 0 വരുമ്പോൾ നമ്മളെ വാല്യൂ എന്ത് വരും? ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സിൻ്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 180 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു +or-60 എന്ന് കിട്ടും. ഇനി q ഈക്വൽ ടു 1 ആകുമ്പോൾ നമ്മളെ വാല്യൂ 180 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു +or-180 എന്ന് തന്നെ കിട്ടും. ഇനി നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കാം. സെൻട്രോയിഡ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമ്മളെ ഗ്രാഫിൽ നമുക്ക് അസിംപ്റ്റോട്ട്സ് ലൈൻ ഫസ്റ്റ് വരയ്ക്കാൻ പറ്റും. സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സം ഓഫ് പോൾസ് മൈനസ് സം ഓഫ് സീറോസ് ഡിവൈഡ് ബൈ n - m. സം ഓഫ് പോൾ എന്ന് പറയുമ്പം പോൾ നമുക്കറിയാം 0 -2 -8. സീറോസ് ഒന്നുമില്ല, പോൾസ് മാത്രമേ ഉള്ളൂ. ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -3.33 എന്ന് കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് ലൈൻ നമ്മളെ ഗ്രാഫിലെ അസിംപ്റ്റോട്ട്സ് ലൈൻ വരയ്ക്കാം. നമ്മൾ നേരത്തെ ഇവിടം വരെ വരച്ചായിരുന്നു അല്ലേ? ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? -3.33 സെൻട്രോയിഡ് കിട്ടി. സോ സെൻട്രോയിഡ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് 2 ആംഗിൾ കിട്ടി, 16 കിട്ടി, 180 കിട്ടി. 180 നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ല, 180 ഇതാ ഈ ഒരു ലൈനിലാണ് വരുന്നത്. സോ നമുക്ക് 180 വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ 60 വരച്ചാൽ മതി. അസിംപ്റ്റോട്ട് ഇതാണ് അസിംപ്റ്റോട്ട്സ് ലൈൻ, ഈ 2 എണ്ണം. ഇത് നമ്മൾ വരയ്ക്കുന്നത് ഇൻഫിനിറ്റിയിലോട്ടാണ്. സോ നമുക്ക് കിട്ടിയ 60 ആംഗിൾ എടുത്ത് നമ്മൾ -3.3 പോയിന്റിൽ വെച്ച് 2 ലൈൻ വരയ്ക്കുന്നു. സോ നമുക്ക് അസിംപ്റ്റോട്ട്സ് കിട്ടി. ഇനി നമുക്ക് ബ്രേക്ക് അവേ പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ബ്രേക്ക് അവേ പോയിൻ്റ് കണ്ടുപിടിക്കാം. ബ്രേക്ക് അവേ പോയിൻ്റ് കണ്ടുപിടിക്കാൻ ക്ലോസ്ഡ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്കറിയാം. g(s) ഡിവൈഡ് ബൈ 1 + g(h)(s). h(s) 1 ആണ്, സോ h(s)ൻ്റെ കാര്യമില്ല. പിന്നെ നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് g(s) ഡിവൈഡ് ബൈ 1 + g(s) ഉണ്ട്. ഇതിനകത്തോട്ട് g(s)ൻ്റെ വാല്യൂ നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. k ഡിവൈഡ് ബൈ s ഇൻറ്റു s + 2 ഇൻറ്റു s + 8 ആണെന്ന് അറിയാം. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സോ k ഡിവൈഡ് ബൈ s ഇൻറ്റു s + 2 ഇൻറ്റു s + 8 ഡിവൈഡ് ബൈ 1 + k ഡിവൈഡ് ബൈ s ഇൻറ്റു s + 2 ഇൻറ്റു s + 8. ഇനി ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. k ഡിവൈഡ് ബൈ s ഇൻറ്റു s + 2 ഇൻറ്റു s + 8 ഡിവൈഡ് ബൈ ഇത് ക്രോസ് ചെയ്യാം. അപ്പോൾ s ഇൻറ്റു s + 2 ഇൻറ്റു s + 8 പ്ലസ് k. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് സ്പീഡിന് ചെയ്തു പോകുന്നത്. s + 2 ഇൻറ്റു s + 8.
സോ ഇത് ഡിവൈഡ് ചെയ്താക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ മുകളിൽ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ കെ ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8 ഇൻറ്റു എസ് ഇൻറ്റു ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് വെട്ടിക്കളയാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നത്. ചിലർക്കെങ്കിലും ഡൗട്ട് വരും. നമുക്ക് ഇത് കട്ട് ചെയ്താണ്. സോ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് കെ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8 പ്ലസ് കെ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടെത്താൻ പറ്റും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ്. ഈ താഴെ കിടക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8 പ്ലസ് കെ. ഇത് കെ ഇങ്ങനെ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ കെ ഈസ് ഈക്വൽ ടു മൈനസ് എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 8s പ്ലസ് 2s പ്ലസ് 16. ദെൻ എസിൻ്റെ ടേം ആഡ് ചെയ്യുമ്പോൾ മൈനസ് എസ് ഇൻറ്റു എസ് ക്യൂബ്. എസ് കൊണ്ട് ഇതിനെ ഓപ്പൺ ചെയ്ത് എസ് ക്യൂബ് പ്ലസ് 10s സ്ക്വയർ 8 പ്ലസ് 2 ഇപ്പം 10 ആയി. എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 10s സ്ക്വയർ പ്ലസ് 16s. സോ ഇപ്പം നമുക്ക് കെയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഡി കെ ബൈ ഡി എസ്. ഡി കെ ബൈ ഡി എസ് നമുക്ക് കണ്ടുപിടിക്കാം. ഡി കെ ബൈ ഡി എസ് കണ്ടുപിടിക്കുമ്പോൾ മൈനസ് കളയരുത്, മൈനസ് ഇവിടെ തന്നെ ഇട്ടാക്കണം. 3s സ്ക്വയർ പ്ലസ് 20s പ്ലസ് 16 എന്ന് കിട്ടും. നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂ കിട്ടും. ഏതൊക്കെയാണ്? മൈനസ് 0.92ഉം മൈനസ് 5.73. ഇനി ഇതിൽ ഏത് വാല്യൂ ആണ് റൂട്ട് ലോക്കസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. റൂട്ട് ലോക്കസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളെ വാല്യൂ എടുക്കണം. നമുക്ക് ഫസ്റ്റ് ഇതെടുക്കാം, മൈനസ് 5.73. അപ്പോൾ മൈനസ് 5.73 എവിടെയാണ് വരുന്നത്? ഏകദേശം ഇവിടെ ആയിട്ട് വരും, മൈനസ് 5.73. ഈ നമ്മളെടുത്ത ഈ വാല്യൂവിൽ റൂട്ട് ലോക്കസിൻ്റെ ഒന്നുമില്ല. സോ ആ വാല്യൂ എക്സിസ്റ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് വാല്യൂ നമ്മൾ ഏതാണ്? മൈനസ് 0.92. ഇതാ ഇവിടെ വരും, മൈനസ് 0.92. ഈ വാല്യൂ റൂട്ട് ലോക്കസിലാണുള്ളത്. സോ ഈ വാല്യൂ ആണ് റൂട്ട് ലോക്കസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതല്ല എങ്കിൽ, ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇനി ഇങ്ങനെ അല്ല എങ്കിൽ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഈ രണ്ട് വാല്യൂസും നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക എസ്സിന്. സോ കിട്ടുന്ന വാല്യൂവിൽ ഏതാണോ റിയൽ ആയിട്ടുള്ള ഏത് വാല്യൂ ആണോ ആ വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. 0.92 മൈനസ് 0.92 റൂട്ട് ലോക്കസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ വാല്യൂ എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ക്രോസ് ഓവർ, ഇമാജിനറി ആക്സിസിലുള്ള ക്രോസ് ഓവർ പോയിൻ്റ് കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് റിയൽ ആക്സിസിലുള്ള പോയിൻ്റാണ് കിട്ടിയത്. ഇനി നമുക്ക് ഈ ഇമാജിനറി ആക്സിസിൽ എവിടെയാണോ ഈ ലൈൻ ക്രോസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ടു ഫൈൻഡ് ക്രോസ് ഓവർ ഓൺ ഇമാജിനറി ആക്സിസ്, നമ്മൾ ഇക്വേഷൻ നമുക്കുണ്ട് എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8 പ്ലസ് കെ. ഈ ഇക്വേഷൻ തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാണ് എസ് ക്യൂബ് പ്ലസ് 10s സ്ക്വയർ പ്ലസ് 16s പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0 കിട്ടി. ഇനി നമ്മൾ ഈ എസിൻ്റെ സ്ഥലത്തെല്ലാം, എസിൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഇക്വേഷനിൽ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജെ ഒമേഗ ഹോൾ ക്യൂബ് പ്ലസ് 10 ജെ ഒമേഗ സ്ക്വയർ പ്ലസ് 16 ജെ ഒമേഗ പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് മൈനസ് ജെ ഒമേഗ ക്യൂബ് പ്ലസ്
16j⍵=0 എന്ന് നമുക്ക് എഴുതാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജെയുടെ വാല്യൂ നമുക്കറിയാം. ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ സൈഡിൽ എഴുതിയിട്ടാക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. -j⍵³ -10ω² +j16ω +k=0. ഇതാണ് ഇടയിലെ സ്റ്റെപ്പ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -j⍵³ +16j⍵=0 എന്ന് കിട്ടും. ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ 16j⍵ നമുക്ക് =10 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -j⍵³ -j16ω. ഇനി മൈനസും ക്യാൻസൽ ആയി കളയാം. സോ ജെയും പോവും. ω³ = 16ω. ω² = 16. ω √16 4. ഇപ്പോൾ നമുക്ക് 4 കിട്ടി. സോ നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എന്താണ്? ക്രോസ് ഓവർ പോയിൻ്റാണ് കിട്ടിയത്. നമുക്ക് നേരത്തെ -0.92 പോയിൻ്റ് കിട്ടിയായിരുന്നു. ഇത് വെച്ചിട്ട് ഈ ഇമാജിനറി ആക്സിസിൽ എവിടെയാണോ ക്രോസ് ചെയ്യുന്ന ആ പോയിൻ്റാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 4. സോ നമുക്ക് 4jയിലും +4jയിലും -4jയിലും ആണ് ക്രോസ് ഓവർ പോയിൻ്റ് എന്ന് കിട്ടി. ഇത് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇതേപോലെ വരും. പോയിൻ്റ് -0.92 ബ്രേക്ക് അവേ പോയിന്റിൽ നിന്ന് നമ്മൾ വരച്ച് ക്രോസ് ഓവർ പോയിന്റിലോട്ട് വരച്ചു. അപ്പോൾ നമ്മൾ ഈ ഫിഗർ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റൂട്ട് ലോഗസിൻ്റെ എല്ലാ പാർട്ടും നമുക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഡോമിനൻ്റ് പോള് കണ്ടുപിടിക്കുന്നതാണ്. ഡോമിനൻ്റ് പോൾ SD ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളെ ക്വസ്റ്റ്യനിൽ നമുക്ക് പെർസെൻറ്റേജ് ഓവർഷൂട്ട് 60% എന്ന് തന്നിട്ടുണ്ട്. അതായത് 0.16 നമുക്ക് എടുക്കാം പെർസെൻറ്റേജ് മാറ്റിയിട്ട്. അപ്പോൾ പെർസെൻറ്റേജ് ഓവർഷൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് e⁻ θ π /√1 - θ² ആണ്. സോ e⁻ θ π /√1 - θ² = 0.16 എന്ന് എഴുതി. ഇനി നമുക്ക് നാച്ചുറൽ ലോഗ് രണ്ട് സൈഡിലും എടുക്കുമ്പോൾ ഇവിടുത്തെ അങ്ങ് പോകും. സോ -θ π /√1 - θ² ln 0.16 എന്ന് എടുക്കാം. ഇനി -θ π /√1 - θ² ഇത് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ -1.83 ആണ്. ഇനി രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ θ² π² ഈ റൂട്ട് അങ്ങ് പോകും. 1 - θ²3.35 എന്ന് കിട്ടും. സോ ഇനി ക്രോസ് ചെയ്യുമ്പോൾ θ² π² = 3.35 × 1 - θ². θ² π² = 3.35 × 1 - θ². ഈ 3.35 നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ θ² π² = 3.35 - 3.35 θ². ദെൻ സീറ്റ ഉള്ള ടേം നമ്മൾ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ θ² π² +3.35 θ² = 3.35. ദെൻ θ² കോമൺ ആയിട്ട് എടുത്താൽ π² +3.35 = 3.35. ദെൻ നമുക്ക് ഇതിനകത്തുനിന്ന് സീറ്റ കണ്ടുപിടിക്കാം. സീറ്റ = √3.35 π² +3.35. ഇനി നമുക്ക് വേണ്ടത് ഡോമിനൻ്റ് പോൾ കണ്ടുപിടിക്കണം. ഡോമിനൻ്റ് പോൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് സീറ്റ, അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് 0.503. ഈ 0.503 കിട്ടിയതെന്ന് വെച്ചാൽ ഈ ടേം നമ്മൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.503.
ദെൻ കോസ് ഇൻവേഴ്സ് ഓഫ് 0.503 നമുക്ക് കിട്ടുന്നത് 60 ഡിഗ്രിയാണ്. ഇത് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. എന്താ ഈ ഒറിജിനിൽ നിന്ന് നമ്മൾ 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അത് വരയ്ക്കുമ്പോൾ എന്താ ഇതുപോലെ കിട്ടും. ഒറിജിനിൽ നിന്ന് നമ്മൾ 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ നമ്മളെ റൂട്ട് ലോക്കസിൽ എവിടെയാണോ ടച്ച് ചെയ്തത് ആ പോയിൻ്റ് നമ്മൾ ഒരു ഇമാജിനറി ആക്സിസിലോട്ട് വരയ്ക്കാം. ഈ പോയിൻ്റാണ് SD എന്ന് പറയുന്നത്. അത് കിട്ടിയത് നമുക്ക് +or -J1.35 ആണ് കിട്ടിയത്. അതിനി പറയാം. ഈ പോയിൻ്റാണ് SD എന്ന് നമ്മൾ പറയുന്നത്. സോ ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് K കണ്ടുപിടിക്കണം. ഓപ്പൺ ലൂപ്പ് ഗെയിൻ K കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ്, ഞാൻ സിമ്പിളായിട്ട് എഴുതിയ പ്രോഡക്റ്റ് ഓഫ് വെക്റ്റർ ലെങ്ത് ഫ്രം ഓപ്പൺ ലൂപ്പ് പോൾസ് divided by product of vector length from open loop zeros. അപ്പോൾ നമുക്കിനി വെക്റ്റർ ലെങ്ത് കണ്ടുപിടിക്കണം. വെക്റ്റർ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഈ SD ഡോമിനൻറ്റ് പോളിൽ വെച്ചിട്ട് നമ്മൾ എല്ലാ പോൾസിലോട്ടും ഓരോ ലൈൻസ് വരയ്ക്കാൻ പോവുകയാണ്. അത് വരയ്ക്കുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ SD-ന്ന് നമ്മൾ 0-ലോട്ട് വരച്ചു, -2-ലോട്ട് വരച്ചു, -8-ലോട്ട് വരച്ചു. ഇപ്പോൾ നമുക്ക് കിട്ടി 3 ലൈൻസ്. നമുക്ക് സീറോസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് ഓഫ് വെക്റ്റർ ലെങ്ത് ഫ്രം ഓപ്പൺ ലൂപ്പ് പോൾസ് അതിൻ്റെ മാത്രം മതി. അതായത് പ്രോഡക്റ്റ് ഓഫ് വെക്റ്റർ ലെങ്ത് ഫ്രം ഓപ്പൺ ലൂപ്പ് പോൾസ്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ L1 × L2 × L3 ലെങ്ത് തങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ SD എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ഓരോ പോളിലോട്ടും വരച്ചേക്കുന്ന ലൈൻസ്, ഇത് L1, L2, L3. ഇത് സ്കെയിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ലെങ്ത് എടുക്കാം. ഈ L1 എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തപ്പോൾ 1.5, L2 1.8, L3 7.35. ദെൻ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 1.5 × 1.8 × 7.35, അപ്പോൾ ഏകദേശം ഒരു 9.84 കിട്ടും. നമുക്കത് റൗണ്ട് ചെയ്ത് 20 ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 4, ഫൈൻഡ് പാരാമീറ്റർ ബീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. ബീറ്റ കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കിട്ടി, കെയുടെ വാല്യൂ 20 എന്ന് കിട്ടി. സോ നമുക്ക് G(s) എന്ന് പറയുന്നതിൽ നമുക്ക് കെയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ 20 / S × S+2 × S+8. സോ ഇനി നമുക്ക് വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് KVV, വെലോസിറ്റി എറർ കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് KVV = ലിമിറ്റ് S → 0 S × G(s). സോ ഇപ്പോൾ വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് KVU ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ KVV എന്നാണ് പറഞ്ഞത്. KVU = ലിമിറ്റ് S → 0 S × G(s). ഇതാണ് ഇക്വേഷൻ. G(s)ൻ്റെ വാല്യൂ നമുക്കറിയാം. കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, 20 കിട്ടി. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് S → 0 S × 20 / S × S+2 × S+8. സോ എസ്സിന് ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 20 / S × 20 / 2 × 8 = 1.25. സോ നമ്മളെ ക്വസ്റ്റ്യനിൽ നമുക്ക് ESS തന്നിട്ടുണ്ട്.
ESS ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.125 ആണ് നമുക്കറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസൈർഡ് വെലോസിറ്റി എറർ കോൺസ്റ്റൻ്റ് ആണ്. ഡിസൈർഡ് വെലോസിറ്റി എറർ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ KVD. ഇതൊക്കെ എന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് എന്തായിരുന്നു? ബീറ്റയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പാരാമീറ്റർ ബീറ്റ കണ്ടുപിടിക്കണം. ബീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1.2 ഇൻറ്റു A ആണ്. സോ നമുക്ക് A കണ്ടുപിടിക്കണം. A is equal to KVD ഡിവൈഡ് ബൈ KVU ആണ്. ഇപ്പോൾ നമ്മൾ KVU കിട്ടി. ഇനി നമുക്ക് KVD കണ്ടുപിടിക്കണം. KVD എന്താണ്? ദ ഡിസൈർഡ് വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ്. KVD is equal to 1 by ESS ആണ്. ESSൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ 1 by 0.125 ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഇനി നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? A is equal to KVD ഡിവൈഡ് ബൈ KVU ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 1.25 ഈക്വൽ ടു 6.4 കിട്ടും. ഇനി നമുക്ക് ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ബീറ്റ is equal to 1.2 ഇൻറ്റു A. ഫോർ 1.2 ഇൻറ്റു 6.4 ഈക്വൽ ടു 7.68. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് ബീറ്റയുടെ വാല്യൂ കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡിറ്റർമൈൻ ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമൈൻ ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. അപ്പോൾ നമുക്ക് സീറോ ഓഫ് കോമ്പൻസേറ്ററും പോൾ ഓഫ് ദി കോമ്പൻസേറ്ററും കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് സീറോ ഓഫ് കോമ്പൻസേറ്റർ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ZC കോമ്പൻസേറ്ററിൻ്റെ സീറോയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ZC ഈക്വൽ ടു -1/T ആണ്. -1/T എന്ന് പറയുമ്പോൾ 0.1 ഇൻറ്റു സെക്കൻഡ് പോൾ ഓഫ് G(s). ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാക്കണം. നമ്മൾ സീറോ ഓഫ് ദി കോമ്പൻസേറ്റർ കണ്ടുപിടിക്കുമ്പം 0.1 ഇൻറ്റു സെക്കൻഡ് പോൾ ഓഫ് G(s) ആണ് എടുക്കുന്നത്. അതായത് 0.1 ഇൻറ്റു -2. നമ്മുടെ സെക്കൻഡ് പോൾ എന്ന് പറയുന്നത് -2 അല്ലേ? സെക്കൻഡ് പോൾ 0 -2 -8 ആണ്. സെക്കൻഡ് പോൾ -2 എടുത്തു. സോ 0.1 ഇൻറ്റു -2 ഈക്വൽ ടു -0.2. നമുക്ക് T ആണ് വേണ്ടത്. T ഈക്വൽ ടു 1/0.2 എടുത്താൽ നമുക്ക് Tയുടെ വാല്യൂ കിട്ടി 5 എന്ന് കിട്ടി. നമുക്ക് Tയുടെ വാല്യൂ കിട്ടി 5 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് പോൾ ഓഫ് ദി കോമ്പൻസേറ്റർ കണ്ടുപിടിക്കാം. PC ഈക്വൽ ടു -1/βT. ഇതാണ് ഇക്വേഷൻ. ഇതിൽ ബീറ്റയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. Tയുടെ വാല്യൂ ഇപ്പം കണ്ടുപിടിച്ചു 5. അത് രണ്ടും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. -1/7.68 ഇൻറ്റു 5 ഈക്വൽ ടു -1/38.4 -0.026. സോ നമുക്ക് PCയും ZCയും കിട്ടി. ഇനി നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് GC(s) ഈക്വൽ ടു S+1/T ഡിവൈഡ് ബൈ S+1/βT ആണ്. സോ നമുക്ക് ഇതിനകത്ത് S+1/Tയുടെ വാല്യൂ 0.2 ഡിവൈഡ് ബൈ S+1/βT എന്ന് പറയുന്നത് 0.026 എഴുതി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫിഗർ വരയ്ക്കുകയാണ്. ഇതെന്ന് പറയുന്നത് GC(s)ഉം ഇത് G(s)ഉം ആണ്. GC(s) നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. S+1/T
0.2 ഡിവൈഡ് ബൈ എസ് പ്ലസ് 0.026. ജി ഓഫ് എസ് നമ്മളെ ക്വസ്റ്റ്യനിലതാണ്. അതെന്ന് പറയുന്നത് 20 ഡിവൈഡ് ബൈ 20 എന്ന് പറയുന്നത് കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതാണ്. 20 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8. സോ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ജി സീറോ ഓഫ് എസ് ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ ജി സി ഓഫ് എസ് ഞാൻ ഇത് തുടക്കത്തിലേ പറഞ്ഞതാണ്, ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. സോ നമുക്കിതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ ഉണ്ട്. എസ് പ്ലസ് 0.2 ഡിവൈഡ് ബൈ എസ് പ്ലസ് 0.026 ഇൻറ്റു 20 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8. സോ ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 20 ഇൻറ്റു എസ് പ്ലസ് 0.2 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8 ഇൻറ്റു എസ് പ്ലസ് 0.026. ഇപ്പോൾ നമ്മൾ ജി സീറോ ഓഫ് എസ് കണ്ടുപിടിച്ചു. അതിന് നിങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ട, അതുപോലെ ഇട്ടിരുന്നാൽ മതി. നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ചെക്ക് ദി സ്റ്റഡി സ്റ്റേറ്റ് എറർ. സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ കെ വി സി സീക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ജി സീറോ ഓഫ് എസ്. ഇവിടെയാണ് നമുക്ക് ജി സീറോ ഓഫ് എസിൻ്റെ ആവശ്യം വരുന്നത്. സോ നമുക്ക് ഇട്ട് കൊടുക്കാം ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു 20 ഇൻറ്റു എസ് പ്ലസ് 0.2 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8 ഇൻറ്റു എസ് പ്ലസ് 0.026. സോ 20 ഇൻറ്റു 0.2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 8 ഇൻറ്റു 0.026. സോ നമുക്ക് കിട്ടിയ വാല്യൂ 9.615 ആണ്. നമുക്കിനി സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം ഫോർ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇ എസ് എസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എന്താണ്, കെ വി സി ആണ്. നമുക്ക് വേണ്ട എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം ഫോർ യൂണിറ്റ് റാമ്പ് ഇൻപുട്ടിലുള്ള സ്റ്റഡി സ്റ്റേറ്റ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇ എസ് എസ് ഈക്വൽ ടു 1/KVC. സോ ഈക്വൽ ടു കെ വി സിയുടെ വാല്യൂ അറിയാം, 1/9.615 ഈക്വൽ ടു 0.104. ഇപ്പോൾ നമുക്കിത് കിട്ടി. നമ്മളിത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നമ്മളെ സിസ്റ്റം സ്റ്റേബിളാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഇ എസ് എസ് വാല്യൂ തന്നിട്ടുണ്ട്. ഇ എസ് എസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.125 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്, 0.104 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.125. സോ ദി സിസ്റ്റം ഈസ് സ്റ്റേബിൾ. അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന 10 മാർക്കിനൊക്കെ ചോദിക്കുന്ന റൂട്ട് ലോക്കസിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക.